പൗലോസ് ഒരിക്കലും തളർന്നു പോയില്ല. കാരണം പല സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടപ്പോഴും പൗലോസ് ധൈര്യമായിട്ട് നിൽക്കാൻ പൗലോസിന് സാധിച്ചത്, പൗലോസ് അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിന് മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പൗലോസിന് വ്യക്തമായി അറിയാമായിരുന്നു, മനുഷ്യ കൈകളാൽ ദൈവം ഒരു ശുശ്രൂഷയും ആവശ്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർത്ത പൊന്ന്, വെള്ളി, വെള്ളി എന്നിവയോട് സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് മക്കളെ. അപ്പോഴേ ദൈവം ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെട്ടതുപോലെ സകല മനുഷ്യരും മാനസാന്തരപ്പെടണം. പലപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ മാനുഷിക പ്രവർത്തികൾക്കും മാനുഷിക കൽപ്പനകൾക്കും ചില അടിമകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ചർച്ചിൽ പോയാലേ വിടുതൽ നടക്കത്തുള്ളൂ, ചിലർ പ്രാർത്ഥിച്ചാലേ വിടുതൽ നടക്കത്തുള്ളൂ, ആ കോൺഗ്രിഗേഷനിൽ എൻ്റെ പേരുണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരെയും പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം ഈ പുതിയ നിയമത്തിൽ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നത്, ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണ്. അവന് മനുഷ്യ കൈകളായിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല, മനുഷ്യന്റെ കൊട്ടാരങ്ങൾ ആവശ്യമില്ല. അവൻ വസിക്കുന്നത് എവിടെയാണ്? മനുഷ്യന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരുടെ ഉള്ളത്തിൽ അവൻ നിത്യജീവനെ കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ അവനെ കണ്ടെത്തുമോ എന്നറിയാനാണ്. ഓക്കെ, ഇനി 17-ാം അധ്യായം നമ്മൾ ഒന്ന് മുകളിൽ നിന്ന് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ 17-ാം അധ്യായം കുറച്ച് ആഴത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും, 3-ാമത്തെ വാക്യം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശുവിനെ തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടേയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല്, ആ സമയങ്ങളില് ചില രാജാക്കന്മാര് പറയും, ഞാനാണ് ദൈവം, എന്നെയാണ് ആരാധിക്കേണ്ടത്. ലോകത്തിൽ വേറെ ദൈവങ്ങളെ ഒന്നും നോക്കാനോ ആശ്രയിക്കാനോ ഈ സൃഷ്ടാവിനെ നോക്കാനോ സമ്മതിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പൗലോസിന്റെ അപ്പിയറൻസ് അവിടെ. പൗലോസ് എന്ന ഒരു വ്യക്തി സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് മനുഷ്യർ നോക്കുമ്പോൾ, അല്ലെ? അപ്പോൾ ഇവൻ രാജാവിന്റെ ആ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ ജനത്തിനോട് ഭയപ്പെടാതെ യേശു തന്നെ കർത്താവ് ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, ഇവന് വല്ല വട്ടുവല്ലോ ഉണ്ടോ, ഭ്രാന്ത് വല്ലോ ഉണ്ടോ? ഇവൻ ഈ രാജാവിനെ പേടിക്കണ്ടേ? ഈ അതോറിറ്റിയെ പേടിക്കണ്ടേ? ഈ ഭൂമിയിലുള്ള ചില നിയമങ്ങളെ പേടിക്കണ്ടേ? നമ്മൾ 1 പത്രോസിൽ നമ്മൾ കാണുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, പലരും എന്നോട് പേരുകൾ പറയുന്നില്ല, അവരെല്ലാം എന്നെ വിളിച്ചു പറഞ്ഞത് ഒന്നാണ്, അധികാരങ്ങളെയും ചിലതിനെയൊക്കെ ഒന്ന് ഭയപ്പെടണം, ഒന്ന് പേടിച്ചിരിക്കണം, കുറച്ചൊന്ന് താണിരിക്കണമെന്നൊക്കെ. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല 1 പത്രോസില്. പേടിച്ചിരിക്കേണ്ടതും ഇതിരിക്കേണ്ടതും പൗലോസ് നമുക്ക് നല്ലതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നീ ഇരുന്നോളൂ, പക്ഷെ ആ വീര്യത്തെ, ആ സത്യത്തെ നിനക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. ആ സത്യത്തെ നിന്നിലൂടെ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മിണ്ടാതിരുന്നാലും, ആ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാലും നമ്മുടെ ഉള്ളത്തിൽ കത്തേണ്ടത് കത്തിക്കൊണ്ടേയിരിക്കണം. സത്യം അവസാനം വരെയും നമ്മുടെ ഉള്ളത്തിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ. യെസ് ഓർ നോ? ഹല്ലേലൂയ. സോ ഇവിടെ പത്രോസ് പറയാണ്, ഇനി പത്രോസ് ഇത് വിവരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ എല്ലാം ഒന്നും ഈസി ആയിരിക്കത്തില്ല. പത്രോസിന്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരികയാണ്. ഈശാന മൂലൻകാറ്റുരുവാണ്. ഇന്ന് നമ്മളെല്ലാവരും വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തെ പൗലോസിന്റെ ജീവിതത്തെ പോലെ കണ്ടേ മതിയാവത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചിലരിടത്തൊക്കെ ഒളിച്ചോടി പേടിച്ചിരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇനി താഴോട്ട് വരുമ്പോഴേ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചുവെന്ന്. എവിടെയും പൗലോസ് സ്ത്രീകളെ കുറിച്ച് എടുത്തു പറയാൻ മറച്ചിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു കുറച്ച് പേര്
വിശ്വസിച്ചു എന്ന്. അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുകയാണ്, സ്ത്രീകളും മാന്യ സ്ത്രീകളും അനേകരും വിശ്വസിച്ചു എന്ന്. കാരണം അപ്പോൾ ഒരു കൂട്ടം ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? പൗലോസിന്റെ ഈ പറയുന്ന കാര്യത്തിൽ എഗെയിൻസ്റ്റ് ആണ്. അവർക്കെല്ലാം റാണി ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചിലര് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പേര് പറയുന്നില്ല, ആ വ്യക്തി പല പ്രാവശ്യം എന്നോട് ആർഗ്യുമെന്റ് ചെയ്ത്, നിങ്ങൾ പറയുന്നത് പുതിയ ടീച്ചിങ് ആണ്, നിങ്ങൾ പറയുന്നത് കൾട്ടാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനോട് യോജിച്ചു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് എനിക്ക് എഗെയിൻസ്റ്റ് ആയത്. സ്തോത്രം. നിങ്ങൾക്കെല്ലാം അറിയാം ആരാണെന്ന്. അപ്പോഴ് പൗലോസ് ഇത് പറയുമ്പോൾ എല്ലാവരും അവനിൽ വിശ്വസിച്ചില്ല. ചില മാന്യ സ്ത്രീകളും ചില യവനന്മാരും, 4-ാമത്തെ വാക്യം, അനേകരും വിശ്വസിച്ചു എന്നാണ്. അപ്പോൾ പൗലോസ് പറയുന്നതിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം പൗലോസ് എന്താണ് പറയുന്നതെന്ന്, പൗലോസിനെ കുറിച്ചാണോ പൗലോസ് പറയുന്നത്? പൗലോസ് പറയുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ പറയുന്നത് പൗലോസിനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ പൗലോസ് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇനി താഴോട്ട് വന്നിട്ട് പറയുന്നു, യഹൂദന്മാരോ, 5-ാമത്തെ വാക്യം, എന്തുകൊണ്ടു അവർക്ക് അസൂയ പൂണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് എടുത്തു പറയാണ്. ഞാൻ എന്റെ വായിച്ചപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്റെ പഴയ ബൈബിളാണ് ഇന്ന് ഞാൻ എടുത്തത്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ വട്ടമിട്ടിരിക്കുകയാണ്. മാന്യ സ്ത്രീകൾക്ക് വട്ടമിട്ടു. താഴേക്ക് വരുമ്പോൾ യഹൂദന്മാരോ അസൂയ പൂണ്ട്, അതിന് വട്ടമിട്ടു. കാരണം നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കൂടെയുള്ള ഒരു സൈന്യം നിനക്ക് എതിരായിട്ടും എഴുന്നേക്കും. അത് ദൈവത്തിന്റെ ഹിതമാ. ആ സൈന്യം എതിരായിട്ട് എഴുന്നേൽക്കുന്നത് നിന്റെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല നിന്നെ തളർത്താൻ വേണ്ടിയിട്ടോ ദൈവം നിനക്ക് എതിരായതുകൊണ്ടോ അല്ല. നെഹമ്യാവ് മതില് പണിയാൻ എഴുന്നേറ്റ് ഒരു സൈന്യം എഴുന്നേറ്റില്ലേ അവനെതിരായിട്ട്? എഴുന്നേക്കണം, എന്നാലേ നമ്മുടെ മിനിസ്ട്രി മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം ഇത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലാണെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ അതുവരെ ആശ്രയിക്കുന്നത് മാനുഷികമായ ശക്തിയിലായിരിക്കും. ദൈവം പറയും നോ. ആ സ്പേസിലേക്ക് പോകുന്ന പേടകത്തിന്റെ പല സാധനങ്ങളും ഓരോ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വിട്ടുപോകുന്നത് പോലെ നിന്റെ മാനുഷിക ശക്തികളെ ഞാൻ എടുത്തു മാറ്റിയിട്ട് ആത്മശക്തി എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. ഹല്ലേലൂയ. അന്ന് കല്ലിന്റെ മേൽ എഴുതിയതാണെങ്കിൽ ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ അകത്താ ഞാൻ എന്റെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇനി പറയാണ്, യഹൂദന്മാരോ അസൂയ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് മെനക്കെടാൻ തയ്യാറാ. നമ്മൾ കണ്ടിട്ടില്ലേ നെഹമ്യാവിന്റെ കാര്യത്തിലും? അസൂയ വന്നു കഴിഞ്ഞാൽ അതിനി ആരാണെങ്കിലും നീ മുന്നോട്ട് പോകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് മെനക്കെടാൻ തയ്യാറാവും. കാരണം വല്ല വിധേന എഴുന്നേറ്റിട്ട് ചില ദുഷ്ടന്മാരെ, മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്തു. ഇവരെല്ലാവരുടെ പിന്നെ അങ്ങ് കൂട്ടാവും. നമ്മൾ അതാണല്ലോ കണ്ടത്. പിന്നെ ആ പോയവരെല്ലാവരുടെ ഒരു കൂട്ടം അങ്ങ് കൂട്ടായി. എന്നിട്ട് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എന്ത് കാര്യം? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സ്തോത്രം. അങ്ങനെ മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. അത് ഞാൻ പറയുന്ന ഈ വ്യക്തികൾ മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലുള്ള പലരും കൂട്ടം കൂട്ടമായി പല ഗ്രൂപ്പുകളായി എഴുന്നേറ്റ് എനിക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പലരും എനിക്കെതിരായി സംസാരിക്കും. 1.5 വർഷത്തെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് ഞാൻ. അങ്ങനെ യാസോറിന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഒരുത്തൻ, കുരുടനായ മനുഷ്യൻ, കണ്ണു കാണാതിരുന്നപ്പം പിച്ച തെണ്ടിക്കൊണ്ടിരുന്നപ്പോ ഒരു പ്രശ്നവുമില്ല, അവന് പിച്ച കൊടുക്കും, പിച്ചക്കാരാന്ന് വിളിക്കും. പക്ഷെ അവന് കണ്ണിന് കാഴ്ച വന്നപ്പോഴാണ് എല്ലാവർക്കും ടെൻഷൻ. അയ്യോ, ഇവനെങ്ങനെ കാഴ്ച വന്നു, ഇവനെങ്ങനെ കാഴ്ച വന്നു. നീ ഞാനും മിണ്ടാതിരുന്നത് വരെയും കുഴപ്പമൊന്നുമില്ല. നിന്റെ തലയിലെ തുണിയൊന്ന് മാറ്റി കഴിയുമ്പോൾ, നീ സ്വർണം ഇടാൻ തുടങ്ങുമ്പോൾ, നീ പാസ്റ്ററായെന്ന് അറിയുമ്പോൾ, നീ അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നെന്ന് അറിയുമ്പോഴാണ് എല്ലാവർക്കും വയറിളക്കം ഇളകാൻ പോകുന്നത്. അതുവരെ ആരും ഒന്നും പറയത്തില്ല. നീ വാ, നീ ഇരിക്ക്, നീ പ്രാർത്ഥനയിൽ മുന്നിൽ നിൽക്ക്, നീ 5 മിനിറ്റ് ഒന്ന് മെസ്സേജ് പറ, ഇതൊക്കെ അവർക്ക് ഇഷ്ടമാ. പക്ഷെ നീ എഴുന്നേറ്റ് ഈ അധികാരത്തെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പം ഇവർക്കെല്ലാം കൂടെ കൂട്ടം കെട്ടി നിനക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി നമ്മൾ നോക്കാം ഈ മനുഷ്യൻ എന്തൊക്കെയാ ചെയ്തേന്ന്. ഇനി 6-ാമത്തെ വാക്യം, അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപതിന്മാരെയും അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവൻ ഇവിടെയും എത്തി. അപ്പൊ ഇതല്ലേ പൗലോസ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്? വലിച്ചഴച്ചുകൊണ്ട് വന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും വലിയവരെയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരുന്നവന്റെ മുമ്പില് അതേ അനുഭവം ഇപ്പൊ വരുക. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. ഞാൻ എന്തെല്ലാം ചെയ്തുവോ? കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഹിന്റ് വരും ദൈവം. ഞാന് വിഷമം വന്നപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഒരു അനുഭവം എനിക്കും തരും ദൈവം. അപ്പൊ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ അത് ഓർക്കും, ദൈവമേ. അപ്പൊ ഞാൻ ഓർക്കും, അപ്പൊ എന്നെ വേദനിപ്പിക്കുന്നവരും ഇതുപോലെ അവർക്ക് ഓർക്കാൻ ഒരു അവസരം ദൈവം കൊടുക്കും.
നിങ്ങൾ എന്താ ചെയ്തേന്ന്. നെവർ ഗിവ് അപ്പ്. അത് ദൈവത്തിന്റെ നീതിയാ. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാ. കാരണം ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ നമ്മളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. ലോകഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ നമ്മളെ മരണത്തിലേക്ക് നയിക്കും. കൊരിന്ത്യർ ലേഖനം 7:10 പറയുന്നതാണ്. ഓക്കെ, ഇനി യാസോൻ അവരെ കൈക്കൊണ്ടും ഇരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരു രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് നിലവിളിച്ചു. ഓ, എന്തിനാ നമ്മൾ നിലവിളിക്കുക? ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർ നിലവിളിക്കുക അവിടെ കിടന്നുകൊണ്ട്. എന്തോ പറയുന്നത്? നമ്മുടെ ദൈവമായ കൈസർ ഇവിടെ ഇരിക്കുമ്പോഴ് ഒരു രാജാവിനെ കൊണ്ടുവന്നിരിക്കുന്നു, യേശു എന്നും പറഞ്ഞുകൊണ്ട്, യേശു ക്രിസ്തു എന്നും പറഞ്ഞുകൊണ്ട്, അവനാ മശിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭ്രാന്തൻ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൈസറാണ് ദൈവം, അവനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഇതേ അനുഭവത്തിലൂടെ പോകാറുണ്ടോ? നിങ്ങൾ സത്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ വരാറുണ്ടോ? ഞങ്ങള് മുത്തപ്പനെയും ഗീവർഗീസ് സഹതായും പരിമല തിരുമേനെയും മദർ മേരിയെയും ഒക്കെ പിന്നെ മോശയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൗമയം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവള് വരുവാ, യേശു ആത്മാവാണ്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, സ്നാനപ്പെടണം. എവളാര്? ഇവരെല്ലാവരും കൂടെ നിലവിളിക്കുക കടന്നിട്ട്. നമ്മളിവിടെ ഒറ്റയ്ക്ക് കിടന്ന് പടവിളിയും കൂടെ. ഇവര് നിലവിളി, നമ്മൾ പടവിളി. ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മളെല്ലാരും പോകുന്ന അവസ്ഥയാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ധൈര്യപ്പെടുവിൻ. അവൻ നിന്നെ വിളിച്ചുവെങ്കിൽ അവൻ നിന്നെ ഉറപ്പിക്കുക അവസാനത്തോളം. അടുത്ത വായിക്കുകയാണ്. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവിടെ പ്രശ്നം വന്നപ്പോൾ രാത്രിയിൽ തന്നെ ഇപ്പം എക്സാമ്പിൾ പറയാണ്. എന്നെ കുറിച്ച് ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചോ. ഞാനൊരു നിങ്ങളുടെ വീട്ടില് ഒരു പ്രെയർ മീറ്റിംഗ് നടക്കുകയാണെന്ന്, നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ പ്രെയർ മീറ്റിംഗ് ഇപ്പം നടക്കുകയെന്ന് വെച്ചോ. നിങ്ങളുടെ ചർച്ചിന്റെ വകയായിട്ട് ഒരു പ്രെയർ മീറ്റിംഗ് നടക്കുകയെന്ന് വെച്ചോ. അവിടേക്ക് ഈ കോന്തി അവിടേക്ക് വരികയാണ്. ആ കോന്തി അവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവ പറയും, പാസ്റ്റർ ജി ഒരു 2 മിനിറ്റ് പാസ്റ്റർ ജി എന്തെങ്കിലും ഒന്ന് പറയുന്നു. ഇപ്പൊ റീനയെ തന്നെ നമുക്ക് എടുക്കാം, റീന ടോമിനെ തന്നെ. റീന ടോം പറയും, പാസ്റ്റർ ജി വന്നിരിക്കുകയല്ലേ, അപ്പൊ എന്താ അച്ചായ നമ്മള് മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാ? പാസ്റ്റർ ജിക്ക് 1 മിനിറ്റ് എങ്കിലും കൊടുക്കാം. അപ്പൊ ഈ മനുഷ്യർക്കൊന്നും എന്നെ അറിയത്തില്ല. അപ്പം റീന പറയും, പാസ്റ്റർ ജിക്ക് ഒരു 2 മിനിറ്റ് കൊടുക്കാന്ന് പറയും. അപ്പം പാസ്റ്റർ ജി അടങ്ങിയിരിക്കത്തില്ല. പാസ്റ്റർ ജിക്ക് പറയാനുള്ള എന്താണെന്ന് ചത്തവരുടെ അടുത്ത് ജീവനുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. പാസ്റ്റർ ജി 2 മിനിറ്റ് കിട്ടിയെങ്കിലും പാസ്റ്റർ ജി എഴുന്നേറ്റ് പറയും, ഹല്ലേലൂയ, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? മനുഷ്യരിൽ ആശ്രയിക്കാതെ എത്ര പേരുണ്ട് കൂട്ടത്തില്? അപ്പത്തേക്ക് പരസ്പരം കൾട്ടാണെന്ന് തോന്നുന്നു, ഭ്രാന്തിയാണെന്ന് തോന്നുന്നു, വട്ടാണെന്ന് തോന്നുന്നു. ഇതല്ലേ നടക്കുന്നത്? ഇതാണോ നടക്കുന്നത്? ഇത് തന്നെയാ പൗലോസ് കടന്നുപോയത്. ഇത് തന്നെയാ പൗലോസും കടന്നുപോയത്. ഹല്ലേലൂയ. താഴേക്ക് നോക്കാം. അപ്പോഴേ നമ്മളെല്ലാവരുടെയും ഇടയില് പബ്ലിക്കില് ഒരു വ്യത്യസ്തമായി തോന്നുന്നുവെങ്കിൽ അത് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമ്മളെ ചിലപ്പോൾ വേശ്യെന്ന് തള്ളിക്കളയും. നമ്മളൊക്കെ ചിലപ്പോൾ പ്രാന്താണെന്ന് പറയും. നമ്മൾക്ക് ചിലപ്പോൾ കൾട്ടാണെന്ന് പറയും. ഇറ്റ് ഈസ് ഓക്കെ. നീ അറിഞ്ഞ സത്യത്തെക്കുറിച്ചാണ് നീ പറയുന്നതെങ്കിൽ നീ അധൈര്യപ്പെട്ടു പോകരുത്. അവൻ ആദ്യവും അന്തവുമാണ്. യെസ് ഓർ നോ? യെസ്. അടുത്ത താഴേക്ക് പോകുമ്പോഴേ ഇവർ ഇനി അവിടുന്ന് രാത്രിയിൽ തന്നെ റാണിയെ കെട്ടി അയച്ചു. അന്നേരം തന്നെ പുറകിൽ കൂടെ ടോം ബ്രദർ പറയും, എന്റെ റീനെ, ഇവിടെ കാപ്പി വിളമ്പുന്നതിന് മുമ്പിട്ട് എങ്ങനെങ്കിലും ഇവരെ അങ്ങ് പറഞ്ഞയക്കാം, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാവും എന്ന് പറയും. ആ രാത്രി തന്നെ റാണി അവിടുന്ന് കെട്ടിയെന്ന് പറഞ്ഞതല്ലേ. റാണി അവിടെ നിൽക്കാൻ ചെന്നതാ, രാത്രിയിൽ സ്റ്റേ ചെയ്യാൻ വന്നതാ. അങ്ങനെ റീന പറയും, മോള് വിഷമിക്കണ്ട കേട്ടോ, മോളെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ എക്സാമ്പിൾ പറയുന്നത്. അന്നേരം തന്നെ പറയും, പാസ്റ്റർ ജി എന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട്, ഇന്ന് രാത്രി അവിടെ പോയി താമസിക്കാമോ? കാരണം ഇവരെല്ലാം ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാ, ഇവിടെ പ്രശ്നമാവരുത്. അപ്പം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. സത്യമുള്ളവനും വീര്യമുള്ളവനും യഥാർത്ഥമായ ആത്മാവിൽ നടത്തുന്നവനും ഒരു സ്ഥലവും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പും ഒരു പ്രസ്ഥാനവും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഹല്ലേലൂയ. ഇവിടെ പൗലോസിനെ രാത്രിക്ക് രാത്രി എവിടോട്ട് അയക്കുന്നത്? ബെരോവയ്ക്ക് അയക്കുക. ഓക്കെ. സോ അവിടെ നിന്നും തെസ്സലോനിക്കയിൽ നിന്നും ഇപ്പൊ എങ്ങോട്ട് പോവാ? ബെരോവയിലേക്ക് പോവുക. ആ പോകുമ്പം പൗലോസിന്റെ ഉള്ളത്തിലുള്ള തീ അണഞ്ഞോ? ഇല്ല. പൗലോസിന്റെ ഉള്ളത്തിലുള്ള ദൈവിക പദ്ധതി നിന്നോ? ഇല്ല. അവനൊരു യാത്രയ്ക്കാ. മാറ്റങ്ങൾ വരും, ആളുകൾ വിട്ടുപോകും, സ്ഥലം മാറ്റം വരും. ഇതൊക്കെ അതിനകത്തുള്ളതാ. ഇനി താഴേക്ക് പറയുന്നു,
അവർ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈ എന്നുള്ളത് വട്ടമിടണം, കൈ കൊണ്ടതല്ലാതെ. നമ്മളെല്ലാവരും എന്തുവാ ചെയ്യുന്നത്? ഇന്നത്തെ സഭയിലുള്ള വിശ്വാസികൾ സൺഡേ ചർച്ചിൽ പോകുമ്പോൾ എല്ലാവരും പാസ്റ്റർ പറയുന്ന വചനം എന്തു ചെയ്യുന്നുണ്ട്? കൈക്കൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും പറ്റുന്ന തെറ്റും അതാണ്. നമ്മൾ കൈക്കൊണ്ടിട്ട് അത് അങ്ങനെ തന്നെ അങ്ങ് പോകും. തെസ്ലോനിയയിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ബെരോവയിലുള്ളവർ എന്താ ചെയ്തതെന്ന് വെച്ചാല് തെസ്ലോനിയയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം അവർ വചനം പൂർണ്ണ ഹൃദയ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നുവെന്ന്. ഹല്ലേലൂയ. സോ നമ്മള് അത് കേൾക്കുക മാത്രമല്ല, അത് ഈ വട്ട് പറഞ്ഞത്, ഈ ഭ്രാന്തി പറഞ്ഞത്, ഈ കൾട്ടുകാരി പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവള് പറയുന്ന ഒന്ന് ഗ്രഹിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇവൾ എന്തുവായി പറയുന്നതെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസത്തില് എൻ്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്നോട് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അങ്ങനെ ഒന്ന് പുറത്തേക്ക് വരുമ്പം എല്ലാവരും പാസ്റ്റർജി ഒന്ന് അറിയും, അപ്പൊ ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞ് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അത് ദൈവത്തിന്റെ ഹിതമാണോ അത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഒരു അടി കിട്ടി എനിക്ക് കർത്താവിന്റെ. അപ്പൊ അടി കിട്ടിയത് എന്താന്ന് വെച്ചാല് കർത്താവ് പറയണ, അപ്പൊ പിന്നെ നിന്നിലൂടെ എല്ലാരും രക്ഷിക്കപ്പെട്ടെന്ന് അറിയത്തില്ലേ? അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഒരു പണിപാടി ഇല്ലല്ലോ. സ്തോത്രം. നിന്നോട് പറഞ്ഞ ജോലി മാത്രം നീ ചെയ്താൽ പോരെ? അത് എന്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യുന്നത്? നീ എന്തിനാ അത്രയും ചിന്തിച്ചത്? ഞാൻ പറഞ്ഞു, അയ്യോ ഞാനങ്ങനെ ചിന്തിച്ചില്ല, ഞാനങ്ങനെ ഒരു സ്പാർക്കിങ് എന്റെ അകത്തൂടെ പോയതേ ഉള്ളൂ. അത് എടുത്തുകളാ, അത് പിന്നെ നികളത്തിലേക്ക് പോകും. സ്തോത്രം. നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്യാ. ഇവനൊക്കെ വരാനുണ്ടെങ്കിൽ വരും നിശ്ചയമേ. വരാത്തതൊന്നും നമ്മൾ പേടിക്കാനും വിളിക്കാനും പോകണ്ട. നമ്മളോട് ആരെ വിളിക്കാൻ പറയുന്നു അവരെ പോയി വിളിച്ചാൽ മതി. സ്തോത്രം. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് 11-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം. അവരിൽ പലരും മാന്യരായ, ഇനി അടുത്തതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. എന്തോ എഴുതിയിരിക്കുന്നത്? സ്ത്രീകൾ. രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ഒരേ അധ്യായത്തിൽ സ്ത്രീകൾ വരുന്നത്. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളും പുരുഷന്മാരിലും, ആദ്യം സ്ത്രീകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, സ്ത്രീകളും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു എന്ന്. ഇവിടെയും ഈ കൾട്ടുകാരൻ പറയുന്നത് ഇവര് വിശ്വസിച്ചു. എന്തോ പറയുന്നതെന്ന് അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഈ സമയങ്ങളിൽ നമ്മുടെ പാസ്റ്റർമ്മമാർ ഏറ്റവും കൂടുതൽ എഗെയിൻസ്റ്റ് ആയത് എനിക്ക് വേണ്ടിയിട്ട് അവരങ്ങ് ബന്ധപ്പെടുകയാണ് മീറ്റിങ്ങിൽ. കാരണം എല്ലാ വിശ്വാസികളോടും പുറകിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്ത്രീയുണ്ട്, അവരുടെ യൂട്യൂബിലെ ഒന്നും കാണരുത്, അവര് പ്രശ്നക്കാരിയാണ്, അവരെ നിങ്ങളെ സഭയിൽ നിന്നും പുറത്താക്കാനായിട്ട് മാത്രം ഇറങ്ങിയിരിക്കുന്ന സ്ത്രീയാണെന്ന്. സ്തോത്രം. അവരെന്താണ് പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ചിലര് സ്ത്രീകളും യവനന്മാരും വിശ്വസിച്ചപ്പോഴ് അവര് കർത്താവിലേക്കാണ് നോക്കുന്നത്, പൗലോസിനെ അല്ല നോക്കുന്നത്. പൗലോസ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നെ നോക്കാനായിട്ട്. എന്നെ ഫോളോ ചെയ്യാനല്ല പറഞ്ഞാലും എന്റെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനാ താൻ പറയുന്നത്. ഓക്കെ, ഇനി 13-ാമത്തെ വാക്യം. പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്ലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. യൂട്യൂബിൽ മാത്രമല്ല, സൂമിൽ മാത്രമല്ല, ഇവള് പേഴ്സണലിയും വിളിച്ച ആളുകളെയൊക്കെ ഇങ്ങനെ ഒരുക്കുന്നെന്ന് അറിഞ്ഞപ്പോഴ് അവിടെ ഒന്നും ഇവർക്ക് മെനക്കെട്ട് നടക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അവർ ഇതിനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കും നമ്മളെ കുറിച്ച് അപവാദം പറയാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത്. അവിടെയും പൗലോസ് ഇളകിയോ? പൗലോസ് ബുദ്ധിമുട്ടിയോ? പൗലോസ് മിണ്ടാതിരുന്നോ? ഇല്ല. അവനിൽ കത്തിയത് അവൻ കത്തിച്ചുകൊണ്ടേയിരുന്നു. ഇനി പോവുകയാണ്. ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്ര തീരത്തേക്ക് പറഞ്ഞയച്ചു. ഇനി അവിടെയും നിൽക്കാൻ പറ്റത്തില്ല ഇവർക്ക്. അവിടെ എന്ത് ചെയ്യാണ്? അവിടുന്നും ഓടിക്കുകയാണ്. ആദ്യം തെസ്ലോനിയയില്, പിന്നെ ബെരോവയില്, പിന്നെ അവിടുന്നും പ്രശ്നമാ. സഹോദരന്മാർ പൗലോസിനെ സമുദ്ര തീരത്തേക്ക് പറഞ്ഞയച്ചു. ഷീലാസും തിമോത്തിയോസും അവിടെ തന്നെ പാർത്തു. പക്ഷേ ഷീലാസിനെയും തിമോത്തിയോസിനെയും അവിടെ ഡിപ്പാർട്ട് ചെയ്യാണ് പൗലോസ്. അവരെ അവിടെ ആക്കിയിട്ട് പൗലോസിനെ അവിടെ, കാരണം പൗലോസ് ആ പ്രശ്നക്കാരൻ. ഞങ്ങൾ നോക്കുമ്പം എല്ലാ പാസ്റ്ററും മെസ്സേജ് പറയുന്നുണ്ട്, എല്ലാ പാസ്റ്റർമാരും മെസ്സേജ് പറയുന്നുണ്ട്, എല്ലാ സൂമിലും മെസ്സേജ് ഉണ്ട്. ഈ പെണ്ണുപിള്ള മാത്രം പറയുമ്പോൾ അവിടെ എല്ലാവരും പറയും ഇതൊരു വ്യത്യസ്തമായ മെസ്സേജാണത്. നിങ്ങളെ കുറിച്ച് പറയാറുണ്ടോ? ഹല്ലേലൂയ. പൗലോസിനാണ് ഏറ്റവും കൂടുതൽ വീര്യമുള്ളത്. അവനെ അവിടുന്ന് ഓടിക്കുകയാണ്. അവനെ അവിടുന്ന് നിൽക്കാൻ പറ്റില്ല. ആത്മഭാരമുള്ളവനെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾ ഉറങ്ങുകയാണോ എല്ലാരും? പ്രൈസ് ദി ലോർഡ്. ഇനി താഴേക്ക് വരുമ്പോൾ പൗലോസിനോട് കൂടെ വഴി തുണ പോയവർ അവരെ അതേനയോളം കൊണ്ടുപോയി. ഷീലാസും തിമോത്തിയോസും കഴിയുന്ന വേഗത്തിൽ തന്റെ അടുക്കൽ വരേണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. കാര്യമൊക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ ഓട്ടക്കളത്തിലാണ്, പെട്ടെന്ന് എന്നോട് ജോയിൻ ചെയ്തോണോന്ന് പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് യാത്ര ചെയ്ത് പോയി. അതേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. എടാ, ഇവിടുന്ന് കുറെ പേര് ഓടിച്ചു, രാജസന്നിധിയിൽ നിന്ന് കുറെ പേര് ഓടിച്ചു, തെസലോനിയിൽ നിന്ന് ബെരോവയിൽ വന്നു, ബെരോവയിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇനി അതേനയിൽ വന്നപ്പോൾ അവിടെയും ഇങ്ങാർക്ക് പ്രശ്നമാണ്. ഇങ്ങാരെവിടെ പോന്നു? ഇവിടെ എല്ലാം അങ്ങാർക്ക് പ്രശ്നമാണ്. ഇത് ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല. ഇവർക്ക് മിണ്ടാതിരുന്നാ പോരെ, ഇവർക്ക് എന്താ പ്രശ്നം? നിങ്ങൾ അങ്ങനെയാണോ? ഹല്ലേലൂയ. ഒരുവന്റെ ഉള്ളത്തിലുണ്ടല്ലോ, ആത്മഭാരം വന്നാൽ അവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ കത്തിച്ചുകൊണ്ടേയിരിക്കും. പേപ്പട്ടി കണ്ടവരെ എല്ലാം കടിക്കുന്നത് പോലെ അവന് ഈ സത്യം എല്ലാവരും ഒന്ന് അറിയണം. സ്തോത്രം. മനസ്സിന് ചൂട് പിടിച്ചു. എന്തിനാ മനസ്സിന് ചൂട് പിടിച്ചത്? പൗലോസ് അങ്ങോട്ട് നോക്കിയപ്പോഴ് അഥേനയില് നഗരത്തില് ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. ഇനി ഇവിടെ ആർഗ്യുമെന്റ് തുടങ്ങുക. അപ്പൊ ആളുകൾ പറയും, റാണി മിണ്ടാതിരുന്നപ്പോഴേ എന്തിനാണ് ഈ പാസ്റ്റർമാരെ കുറിച്ചൊക്കെ കുറ്റം പറയുന്നത്? എന്തിനാണ് അവരുടെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുന്നത്? സാധാരണപ്പെട്ട മെസ്സേജ് ചെയ്തങ്ങ് പോയാ പൊറിയോ എന്ന് ചോദിക്കും. അപ്പോഴും പറയും, അപ്പൊ ബിംബങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? ബിംബങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റും, കാരണം നിങ്ങൾ അവരോട് അനുരൂപമാകുന്നതുകൊണ്ട്. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ അനുരൂപമായിരിക്കുന്നത് സ്വർഗത്തിനോടാ. താഴേക്ക് വരുമ്പോൾ പറയാണ്, എപ്പിക്യൂര്യരും 18ാമത്തെ വാക്യം, സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. വന്നാട്ടെ. ചില പള്ളിയിൽ അച്ഛന്മാരും ചില കപ്പ്യാരന്മാരും ചില അമ്മാമ്മമാരും ചില പാസ്റ്റർമാരും ചില പാസ്റ്റേഴ്സും പ്രാർത്ഥനക്കാര് തർക്കിക്കാൻ വരുക. എന്തോ തർക്കിക്കുന്നത്? ഈ വിടുവായൻ, നമ്മളപ്പോ വിടുവായി എന്ന് പറയണം, അല്ലെ നിങ്ങൾ ആണാണെങ്കിൽ വിടുവായി എന്ന് പറഞ്ഞു, നമ്മൾ വിടുവായി. ഈ വിടുവായി എന്തു പറയുവാൻ പോകുന്നുവെന്ന് പലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നുവെന്ന് പലരും പറഞ്ഞു. സ്തോത്രം. നോക്കിക്കോ, ഇവൻ എന്തോ പറഞ്ഞു വരുന്നത്, പക്ഷെ ഇവരെന്തോ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇവൻ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവര് പറയുന്ന കാര്യങ്ങളാണ് ഇവനെ ഇപ്പൊ അടിച്ചേൽപ്പിക്കുന്നത്. ഇവരല്ലേ അന്യദേവന്മാരുടെ കൂടെ നടക്കുന്നത്. എന്നിട്ട് പറയാണ് 19ാമത്തെ വാക്യം, പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്ന് നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം, വട്ടവിട്ടാട്ടെ നവീന ഉപദേശം, നീ ചിലരോട് സുവിശേഷം പറയുമ്പോൾ ജാതികൾ പറയും ഇത് നവീന ഉപദേശമാണെന്ന്. പെന്തക്കോസ്തി തന്നെ ഇരിക്കുന്നവർ എന്നെ കുറിച്ച് പറയുന്നതാണ് ഇത് പെണ്ണുമ്പിള്ള പറയുന്ന നവീന ഉപദേശമാണെന്ന്. ഹല്ലേലൂയ. നീ ഒരിടത്ത് കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ ഇതാണ് നല്ല സുവിശേഷം എന്ന് പറഞ്ഞിട്ട്. അവൻ പറയണ നവീന ഉപദേശം എന്ന് ഞങ്ങൾക്ക് അറിയുമോ? നീ ചില അപൂർവങ്ങളെ, അവിടെയും വട്ടവിടണം. പൗലോസിനോട് പറയാണ്, അവൻ കത്തിക്കൊണ്ടിരിക്കുന്ന അവനോട് പറയണം, എടാ നീ പറയുന്നത്, ഒന്നാമത് നീ നവീന ഉപദേശമാണ് പറയുന്നത്, പിന്നെ അന്യദേവന്മാരെ കുറിച്ചാണ് നീ പറയുന്നത്, നീ ആവശ്യമില്ലാത്തതാ പ്രസ്താവിക്കുന്നത്, നീ ചില അപൂർവ കാര്യങ്ങളെയാണ് പറയുന്നത്. ഇതെല്ലാം മർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് ജാതികൾക്ക് തോന്നുന്നത്. കൾട്ടിലിരിക്കുന്നതും ഇരുട്ടിലിരിക്കുന്നവർക്കും ഇത് തന്നെയാ തോന്നുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് 20ാമത്തെ വാക്യം, നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാ വരേണ്ടത്. അപ്പം ഇവരുടെ ചെവിക്കകത്തോട്ട് ഇത് കയറാൻ തുടങ്ങിയപ്പോൾ അവര് തന്നെ കൺഫ്യൂസ് ചെയ്യാണ്, ഞങ്ങളുടെ ചെവിക്കകത്തോട്ട് നീ ചില പുതിയ കാര്യങ്ങളെ കൊണ്ട് തരികയാ. ഹല്ലേലൂയ. ആമേൻ. എന്ത് എന്ന് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നീ കുറച്ച് ബന്ധപ്പെട്ടെങ്കിലും, നീ 2-3 സ്ഥലങ്ങൾ മാറി മാറി ഓടേണ്ടി വന്നെങ്കിലും, ഇപ്പം ഈ കേൾക്കുന്നവര് സൈന്യം കൂട്ടം കൂടിയിട്ട് പറയാണ്, ഞങ്ങളൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നീ എന്തുവാ ഈ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. എടാ, നിന്നിൽ വ്യാപരിക്കുന്നവൻ മിണ്ടാതിരിക്കത്തില്ല. ആത്മാവാണ് നിന്നെ നടത്തുന്നതെങ്കിൽ തൊടണ്ടവനെ തൊട്ടിരിക്കുക തന്നെ ചെയ്യും. എത്ര അവൻ എഗെയിൻസ്റ്റ് ആയാലും, ഒരു സൈന്യം നിനക്ക് പാളയം ഇറങ്ങിയാലും, ആത്മാവാണോ നിന്നെ അയക്കുന്നത്, നീ അവസാനം വരെ മിണ്ടാതെ ഇരുന്ന് പിടിച്ചോടണം. കാരണം ആത്മാവ് അത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല,
ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശക്തിയിൽ ചിലതൊക്കെ നടക്കണമെന്നാണ്. നോ, ഇത് ആത്മശക്തിയുടെ വിഷയമാണ്. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കും, നമ്മളോ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ഇനി താഴേക്ക് വരുമ്പോൾ 21 വാക്യം, എന്നാൽ അതേനരൊക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും ഉള്ളവരല്ല. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അഭക്തർ. അപ്പൊ നിങ്ങൾ എല്ലാറ്റിലും അഭക്തർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്ക് ഭക്തിയുണ്ട്, നിങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് ചർച്ചുണ്ട്, പാസ്റ്ററുണ്ട്, നിങ്ങൾക്ക് പള്ളിയിൽ അച്ഛനുണ്ട്, നിങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ട്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, നിങ്ങൾക്കൊരു പിന്നെ പ്രസ്ഥാനമുണ്ട്, നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഉണ്ട്, എല്ലാം ഓക്കെയാ. പക്ഷേ എല്ലാറ്റിലും അതിഭക്തർ എന്ന് ഞാൻ കാണുന്നു. ഭക്തി മൂത്തിട്ടാണല്ലോ അവരും ബഹളം ഉണ്ടാക്കുന്നത്, ഭക്തി മൂത്തിട്ടാണല്ലോ പൗലോസും ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷെ സത്യത്തിന് അവസാനം വരെ നിലവിൽപ്പുള്ളൂ. ദാവീദ് ഗ്രഹവും ശൗൽ ഗ്രഹവും അനേക ദിവസം യുദ്ധമുണ്ടായി. ദാവീദ് ശക്തി പ്രാപിച്ചും ശൗൽ ശക്തി ക്ഷയിച്ചും വന്നു. നീ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം അവസാനം വരെ എന്ന് ഞാൻ കാണുന്നു. 23 വാക്യം, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജ നീ നല്ല ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. ഈ പറഞ്ഞു വന്ന ഇത്രയും ഓടി ഓടി പൗലോസ് വന്നിട്ട് പൗലോസ് ക്ഷീണിക്കുന്നില്ല. ഇനി പൗലോസിന് അതിന്റെ ആഴത്തില് ഡെപ്തിനെ പറയാനായിട്ട് ദൈവം അവസരം കൊടുക്കുകയാണ്. ദൈവം അവസരം ഉണ്ടാക്കുക. കേൾക്കേണ്ടവരെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുകയാണ്. നീ കാത്തിരിക്കുന്നുവെങ്കിൽ, നിന്നെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചുവോ, നീ ആ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നെങ്കിൽ, നീ ആ ക്രൂശ് ചുമന്നുകൊണ്ടേയിരിക്കുന്നെങ്കിൽ, കേൾക്കേണ്ടവരെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. നീ പറയിക്കും, നിന്നെയും കൊണ്ട് പറയിക്കും, അവരത് കേൾക്കും. അവർ നിന്നേക്കാൾ അധിക ശക്തന്മാരായി ഓട്ടക്കളത്തിൽ ഓടുക തന്നെ ചെയ്യും. നീ ചില നീർച്ചാലുകളെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓക്കെ. കിരീടത്തിന് വേണ്ടിയിട്ടാണോ? നീ സഹിക്കണം. 4 വാക്യം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ലോകവും, ആ മനുഷ്യരോട് പറയാ, അവർ കേൾക്കാൻ തയ്യാറായി, അവരോട് പറയാണ്, ലോകം അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ, ഏത് ആസിഡ് ആയിക്കോട്ടെ, ഗാലക്സി ആയിക്കോട്ടെ, ഗ്ലോബ് ആയിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, സമുദ്രമായിക്കോട്ടെ, സ്റ്റാർസ് ആയിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, സകലതും, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കാരണം ഇത് മുഴുവനും അവന്റേതാണെങ്കിൽ നിന്റെ കൈ കൊണ്ടുണ്ടാക്കി ഈ സാധനത്തിനകത്ത് ദൈവത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഗാഡ് ഈസ് ക്രിയേറ്റർ. ഇത് പറഞ്ഞപ്പോ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇവൻ എന്തോന്നാ ഈ പറഞ്ഞു വരുന്നതെന്ന്. ഈ ആഴം ഇവരുടെ അകത്ത് വന്നില്ല. ഈ ആഴവും ഈ വെളിപ്പാടും പൗലോസിന്റെ അകത്താ കത്തിയത്. നമ്മുടെ ഉള്ളത്തിൽ വെളിപ്പാട് കത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓട്ടക്കളത്തിൽ വീര്യത്തോടുകൂടി ഓടാൻ പറ്റത്തുള്ളൂ. ഇല്ലേ നമ്മളും താന്നിരിക്കും വചനത്തിന്റെ വെളിപ്പാടില്ലാതെ വരുമ്പോൾ. അതിനുശേഷം 25 വാക്യം, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നമ്മളൊക്കെ കാണിച്ചു കൂട്ടുന്നത് പോലെ ചില കോപ്രായങ്ങളൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന്, അവനെ എന്നുള്ളത് വട്ടമിടണം. അപ്പൊ എന്തുവാ ഈ മനുഷ്യരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? ഈ യേശു കർത്താവിനെ അന്വേഷിക്കണം. എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, കാലം കാലമായി പ്രവാചകന്മാരുടെ അല്പമായി പറഞ്ഞുവെങ്കിൽ ഈ അന്ത്യകാലത്തിൽ ക്രിസ്തുയേശുവിലൂടെ സകലതും തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവം. സ്തോത്രം. അപ്പം അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ലതാണ്. സമയങ്ങളിൽ വിളിക്കേണ്ടതിനെ തൊടേണ്ടതിനെ ദൈവം തൊടും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളോട് പറഞ്ഞത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. നമ്മൾ മാനുഷികമായതിൽ ഒന്നിലും പോകണ്ട. മിണ്ടാതിരുന്ന് ദൈവം ആരെന്നറിഞ്ഞാൽ മതി. 29 വാക്യം, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർത്ത പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് അവന് കത്തിയത് ആ ബിംബങ്ങളെ കണ്ടപ്പോൾ. എന്നാൽ
അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കാണിക്കുന്ന ഈ മാനുഷികമായ ചില കാര്യങ്ങളിലൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഹൃദയത്തിന്റെ അകത്ത് മാനസാന്തരത്തിൽ വന്ന് ഹൃദയം കൊണ്ട് ദൈവത്തോട് അന്വേഷിക്കുകയും നിന്റെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും നീ സൃഷ്ടാവാം ദൈവത്തെ സ്നേഹിക്കണമെന്നും അവൻ ഇഷ്ടം ചെയ്യണമെന്നും അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്രൂശും നീ ചുമക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രൂശ് വരുമ്പോൾ ഓടി ഒളിക്കുകയാണ്. നമുക്ക് നിന്ദ വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. ഒരു സൈന്യം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. സ്തോത്രം. നീ അവിടെയും സറണ്ടർ ചെയ്യണം കർത്താവില്. കർത്താവെ, നീ എന്താ സംസാരിക്കുന്നതെന്ന്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ 31 വാക്യം ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എത്ര കഠിനമായ കാര്യമാ. പൗലോസിന്റെ ഉള്ളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വീര്യം വന്നത്? പൗലോസ് എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂശ് ചുമക്കാൻ തയ്യാറാണ്? പൗലോസ് എന്തുകൊണ്ടാണ് തെസ്സലോനിയിൽ നിന്നും ബെറോവയിൽ നിന്നും അഥേനയിലും ഒക്കെ ഓടിച്ചോടിച്ചു വിട്ടപ്പോൾ അയ്യോ ഞാനൊരു എന്നിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ ഓടിക്കുന്നതെന്നൊന്നും ചിന്തിച്ച് പൗലോസ് നിന്നില്ല. പൗലോസിന് അറിയാമായിരുന്നു തന്നോട് സംസാരിച്ച സൃഷ്ടാവാം ദൈവം സർവശക്തനാണെന്ന്. അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവപ്പെട്ടത് കൊണ്ടാണ് അവൻ ഈ വെളിച്ചത്തിന് വേണ്ടി തന്റെ ജീവനെ കൊടുത്തത്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. അപ്പൊ ഒരു ന്യായവിധി ഉണ്ടെന്നും ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നുവെന്നും പൗലോസിന് വ്യക്തമായി അറിയാം. റാണിക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾക്കും വ്യക്തമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ക്രൂശ് ചുമക്കാൻ നിങ്ങൾക്കൊരു ബദ്ധപ്പാടുണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ റെസ്ക്യൂ ചെയ്ത് നിങ്ങളെ മാറ്റി മാറ്റി നിർത്തും. അനേക സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല സൂമുകളിലും കയറുന്നവരാണ് അവര്. അമ്മേ, ഈ മീറ്റിംഗിൽ 2 പേരുണ്ട്, പേര് പറയുന്നില്ല, അവര് 2 പേര് ഇതിനകത്തില്ല. അവരുടെ ജോലി അങ്ങ് മാറി മാറിയിരിക്കും. വെളിപ്പാടുകൾ ഭയങ്കരമായിട്ട് എന്നോട് പറയും, പക്ഷെ പിന്നെയും എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം അവർ മാറി മാറി പോകും. സ്തോത്രം. 2 പേരോടും മെസ്സേജിനെ കുറിച്ച് പറഞ്ഞതിന്റെ അന്ന് തൊട്ട് പിന്നെ 2 പേരും മിണ്ടത്തുമില്ല എന്നോട്. ഹല്ലേലൂയ. കാരണം ഇവരൊക്കെ കേട്ടത് മാത്രമേ ഉള്ളൂ, അത് അങ്ങനെ തന്നെയോ ഒന്ന് രുചിക്കാൻ തയ്യാറല്ല. സ്തോത്രം. വിളിച്ചവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം. ആമേൻ. അടുത്ത പറയാണ് 32 വാക്യം 31 വായിക്കാണ്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പം ഒരു നിശ്ചയിച്ചു, മാനസാന്തരം, എല്ലാവരും മാനസാന്തരം, എല്ലാവർക്കും അതിന്റെ ഉറപ്പ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 32 വാക്യം മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. എന്നിട്ടോ ഇത്രയും സത്യവും വെളിപ്പാടും വിളിച്ചു പറഞ്ഞിട്ടും പിന്നെ ആളുകൾ അവനെ പരിഹസിക്കുക. പൗലോസിന് വല്ല കുഴപ്പമുണ്ടോ? പാസ്റ്റർ റാണിക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്തൊക്കെ പരിഹസിച്ചാലും എത്ര പേര് പറയും ഇനി മെസ്സേജ് അയക്കില്ലേ, എന്റെ ഫോൺ ചൂടാവുന്നു, എന്റെ മൊബൈലിൽ ഇങ്ങനെയാണ്. നമ്മളോട് പല രീതിയിലും പലരും പലതും പറയുമ്പോൾ അയ്യോ പാസ്റ്ററെ, പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററമ്മയ്ക്കും പാസ്റ്ററിനും ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് സിസ്റ്ററിനെ കുറിച്ച്, അതുകൊണ്ട് ഇനി എന്നോട് മിണ്ടല്ലേ, പിന്നെ അതങ്ങനെയാ, ഇതിങ്ങനെയാ, മറ്റേതങ്ങനെയാ, ഇങ്ങനെല്ലാം പറയുമ്പോഴും പാസ്റ്റർ റാണിക്ക് ട്രെയിനിങ് ആയിരുന്നു എല്ലാവരിലൂടെയും. കാരണം ഇപ്പൊ ഇതിലുണ്ടല്ലോ എന്റെ മക്കളുടെ സ്നാനം കൂടെ കഴിഞ്ഞപ്പോ എല്ലാത്തിൽ നിന്നും ഒരു വിടുതലായി. ഹല്ലേലൂയ. എന്തെങ്കിലും പറഞ്ഞോളൂ. പ്രശ്നമാണോ? ഓക്കെ, ബൈ ബൈ, ലോക്ക് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട്. എന്റെ ജോലി നിർത്താൻ പറ്റത്തില്ലല്ലോ. തെസ്സലോനിയ കഴിഞ്ഞ അതേന, പിന്നെ ബെരോവ, ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അവസാനം വരെ. അടുത്തത്, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. അപ്പൊ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനം ഉണ്ടെന്ന് ഈ ജനത്തിന് അറിയത്തില്ലായിരുന്നു. അവര് വിചാരിച്ചത് ഈ ഭൂമി ജീവിച്ച് ഈ ഭൂമി മരിച്ച് അങ്ങനെ അങ്ങ് പോകുന്നായിരുന്നു. ഇനി ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ചിലർ അങ്ങനെയല്ലേ. നമ്മൾ സുവിശേഷം പറയും ഇപ്പൊ ഇച്ചിരി ബിസിയാണേ, പിന്നെ കേൾക്കാമേ, പിന്നെ ഫ്രീ ആണോ, അടുത്ത ആഴ്ച ഫ്രീ ആണോ, എന്നാ അടുത്ത ആഴ്ച വാ, ഞങ്ങള് പിന്നെ മോക്ക് പോകാനുണ്ട്, ഇച്ചിരി ചമ്മന്തി പൊടിക്കാനുണ്ട്, തേങ്ങ പറിക്കാനുണ്ട്, റബ്ബറും തോട്ടത്തിൽ പോകാനുണ്ട്, അച്ചാനെയും കൊണ്ട് കാലുവേദനയും കൊണ്ട് ആശുപത്രി പോകാനുണ്ട്, പിന്നെ ഇച്ചിരി പ്രശ്നം, അടുത്ത ആഴ്ച വിളിക്കാം കേട്ടോ. ശരി, ഓക്കെ, ബൈ, ഹല്ലേലൂയ, ഞാൻ പിന്നെ പ്രസംഗം കേൾക്കാമേ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോഴും നമ്മൾ തളർന്നു പോവല്. അതിനെയൊക്കെ വിട്ടിട്ട് സ്പേസ് ഒരറ്റം ചെല്ലുമ്പം ചിലതൊക്കെ വിട്ടിട്ട് മുന്നോട്ട് പോകുന്ന പോലെ നമ്മൾ അവിടെയും വിട്ടിട്ട് പിന്നെയും മുമ്പോട്ട് പോകണം. യെസ് ഓർ നോ? അല്ലേ? എന്നിട്ട് താഴെ പറയുന്നു, അങ്ങനെ പൗലോസ് 33 വാക്യം അവരുടെ നടുവിൽ നിന്നും എന്ത് ചെയ്തു? അവരുടെ നടുവിൽ ഇരുന്നു. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്?
ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് പറയും? വേറെ പണിയൊന്നുമില്ല, ഓ ഇത് വിട്ടേച്ച് അങ്ങ് ഇരിക്കാന്ന്. പൗലോസിന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി, ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സ്തോത്രം. അവിടെ എന്ത് ചെയ്തു പൗലോസ്? ഇതൊക്കെ കേട്ടപ്പോഴേ ഇതൊക്കെ കലിവലി, നിങ്ങൾ മനുഷ്യർ, നിങ്ങൾക്ക് എത്ര മാത്രം പറഞ്ഞാലും നിങ്ങൾക്ക് ആത്മാവ് ഉള്ളത്തിലുണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അവൻ എന്ത് പറഞ്ഞു? അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു, ചിലര് റാണിയെ പറയുന്നത് എന്താണെന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപകസ്ഥാനിയായ ദിയോനസോസും ദമരീസ് എന്നു പേരുള്ള സ്ത്രീയും. സ്ത്രീകൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു അണ്ടർലൈൻ ഇടാൻ മറക്കരുത്. ഇത്ര പ്രാവശ്യം ഇവിടെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു ഒരു അധ്യായത്തിൽ. സ്ത്രീകൾ എത്ര പ്രേഷ്യസ് ആണ് പൗലോസിന്. സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മറ്റു ചിലരെന്ന് പറഞ്ഞതിലെ അത് പുള്ളി സ്പെസിഫൈ ചെയ്തില്ല. സ്ത്രീകളെ കുറിച്ച് സ്പെഷ്യലായിട്ട് എപ്പോഴും പറയുന്നുണ്ട് പൗലോസ്. അപ്പൊ സ്ത്രീകളെ, നിങ്ങൾ കുറഞ്ഞവരാണോ? സ്ത്രീകളെ എന്ന് നമ്മളോടുള്ള ചോദ്യമാണ്. ആമേ, നിങ്ങൾ കേട്ട സത്യത്തിൽ നിങ്ങൾ എത്രമാത്രം മുറുകെ പിടിച്ചു നിൽക്കുന്നു? ആമേ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പലരും ചോദിക്കും, ഇത് പുതിയ ഉപദേശമാണല്ലോ, ഇങ്ങനെ ഞങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ആമേ, ഇവളെന്തോ ഈ പറയുന്നത്? ഇവർക്കെല്ലാവർക്കും രാജാവിനെ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്ററിനെ മാത്രം പൊക്കി പറയുന്നതാണ് പാസ്റ്ററിന് ഇഷ്ടം. ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച്, ഞങ്ങളുടെ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയുന്ന മാത്രമേ ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റൂ. അതിനപ്പുറം കമ്മിറ്റിയെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനേ ഇല്ല. ഇതല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പൗലോസിന്റെ പോളിസി എന്തായിരുന്നു? അവന്റെ സന്ദേശം ഒരു പുതിയ മതത്തെക്കുറിച്ചല്ല. അവന്റെ സന്ദേശം യേശുവാണ് രാജാവെന്നാണ്. ആമേ, ഗ്രീക്കില് രാജാവെന്നിന്റെ ആശയം പറയുന്നത് ബെസിലിയസ്, BASILEUS. ഗ്രീക്കിൽ ബെസിലിയസ് എന്നാണ് രാജാവിന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് പരമാധികാരിയായ ഭരണാധികാരി, എല്ലാവർക്കും മുകളിലുള്ള രാജാവ്. ഈ മനുഷ്യൻ ഇവനാണ് രാജാവെന്ന് പറഞ്ഞിരുന്നപ്പോഴ് പൗലോസ് പറയാണ്, റോമൻ സാമ്രാജ്യത്തെക്കാൾ ഉയർന്ന ഒരു രാജ്യമുണ്ട്, അതിന്റെ രാജാവെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഇതാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്, നയമെന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ ഭരണഘടന. രാജാവെന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞു കൊടുക്കണം, നീ കണ്ട രാജാവല്ല. രാജാവെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് രാജാവ്. നിയമം നീ പറയുന്ന നിയമമല്ല, ദൈവത്തിന്റെ വചനമാണ് നിയമം. നീ പറയുന്ന ശക്തിയല്ല, ഭൂമിയിലെ സൈന്യത്തിന്റെ ശക്തിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആമേൻ. നീ പറയുന്ന ഈ ഭൂമിയിലുള്ള ചില പൗരന്മാരെ കുറിച്ചല്ല, വീണ്ടും ജനിച്ച വിശ്വാസികൾ എന്ന പൗരന്മാരെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ചിന്തയും ഈ മനുഷ്യന്റെ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മതമല്ല. ആമേ, അതൊരു കിങ്ഡം കൾച്ചറാണ്. സ്വർഗീയമായ ഒരു കൾച്ചറിനെ കുറിച്ചാ ഇത് പറഞ്ഞത്. ഇത് നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇനി പൗലോസിന്റെ ഉള്ളിലെ തീ കത്തിയതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ 16-ാമത്തെ വാക്യത്തില്, കാരണം അവന്റെ ആത്മാവ് ഉള്ളിൽ ഉണർന്നു എന്ന് പറഞ്ഞാല് ഉള്ളിൽ കത്തിയെന്ന്. എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന വിശുദ്ധി ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ ആത്മാവ് അത് അസ്വസ്ഥപ്പെടുകയാണ് ഇത് കാണുമ്പോൾ. കാരണം അവൻ അതിലങ്ങ് അലിഞ്ഞു, അതിലങ്ങ് മെർജായി, അതിലൊന്നായി തീരുമ്പോൾ ആ ആത്മാവിന് ഇറിറ്റേഷൻ ആവും. ഇത് ആത്മീയ വേദന എന്നാ ഇതിന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടോ? അപ്പം അവനൊരു ചെറിയ കോപം വരുന്നുണ്ട് അവിടെ. നമ്മൾ പറയും, പാസ്റ്റർ റാണി കോപിക്കുന്നത് ശല്യമാണ്, അത് കൾട്ടാണ്, അത് നല്ലതല്ല, നിങ്ങൾക്ക് യോജിച്ചതല്ല, നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് എൻ്റെ കൂടെ നടന്നവർ എനിക്കെതിരായി പറഞ്ഞപ്പോൾ ആമേ ഈ പൗലോസിനെ കുറിച്ച് പറയാണ്, ആമേ ഇത് മനുഷ്യകോപമല്ല, പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഒരു തീയാണ്. ഒരു തീ നിന്റെ ഉള്ളത്തിൽ കത്തുമ്പോൾ, ഒരു തമിഴിൽ പറയുന്നത് പോലെ ഒരു വെപ്രാളം നിന്റെ ഉള്ളത്തിലേക്ക് ഉണ്ടാകും. ഇതാണ് ഇന്ന് സഭയിൽ ഉണ്ടാകേണ്ടത്. ജനങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടും നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഉണർന്നിട്ടില്ലെന്ന അർത്ഥം. ജനങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടും നമുക്കൊരു ചഞ്ചലവും ഇല്ല, നമ്മളിങ്ങനെ അയ്യോ ഇറ്റ്സ് ഓക്കെ ദാറ്റ് മീൻസ് നമ്മൾ ഇതുവരെ ആത്മീയമായി ഉണർന്നിട്ടില്ലെന്നാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അമേ, ഒന്നാമത്തെ പോയിന്റ് അമേ ഇവർ വേറൊരു രാജാവിനെ പ്രസംഗിക്കുന്നു എന്നാ 7-ാമത്തെ വാക്യം. രണ്ടാമത്തെ പോയിന്റ് 16-ാമത്തെ വാക്യമാണ്. പൗലോസിന്റെ ഉള്ളത്തിലെ തീ കത്തുകയാണ് ഈ നശിച്ചു പോകുന്ന ജനത്തെ കണ്ടപ്പോൾ. മൂന്നാമത്തെ പോയിന്റ് വേർപാടിന്റെ വേദന. പൗലോസ് ഒരിടത്ത് സ്ഥിരമായി നിന്നിട്ടില്ല അല്ലെ. എവിടെ നിന്നൊക്കെയാണ് പോകുന്നത് പൗലോസ്? തെസ്സലോനിയിൽ നിന്ന്, പിന്നെ ബെരോവയിലേക്ക്,
പിന്നെ അഥേനയിലേക്ക്. ഒരു സ്ഥലത്ത് എതിർപ്പുണ്ടാകുമ്പോൾ യേശു കർത്താവ് ഇത് തന്നെയാണ്. ആ ആ ആത്മഭാരം നമ്മളിലേക്ക് വരുമ്പോൾ ചിലയിടത്തു നിന്ന് നമുക്ക് എതിർപ്പുണ്ടാകും. ചിലയിടത്തു നിന്ന് നമ്മളെ വേർപിടിപ്പിക്കും ദൈവം. ചിലയിടത്ത് ഏകാന്തതയുണ്ടാകും. ചിലയിടത്ത് ചില ദീർഘമായ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ ദൈവം അവനെ ഒരിടത്തും അവൻ മൗനമാക്കിയില്ല. അവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിർത്തിയില്ല. ചിലപ്പോൾ ദൈവം നമ്മെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റും. അത് ശിക്ഷയല്ല, അത് ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. 4-ാമത്തെ പോയിന്റ്, ദൈവം കെട്ടിടങ്ങളിൽ താമസിക്കുന്നില്ല. 24 മുതൽ 25 വരെയുള്ള വാക്യം. ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം കൈകൊണ്ടുണ്ടാക്കിയ ആലയങ്ങളിൽ വസിക്കുന്നില്ല. നമ്മുടെ സഹോദരിമാർ എന്നോട് പറയും, ചർച്ചിൽ പോകുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാ, അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു, ഒരു ചൂട് വരുന്നു, ശക്തി വരുന്നു. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഈ ചൂടിനും ശക്തിക്കും ഒന്നും ഇമ്പോർട്ടന്റ് കൊടുക്കാതെ നിന്റെ അകത്ത് അതൊന്ന് കത്തട്ടെ, അതരാ പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. ദാറ്റ് മീൻസ് ഗ്രീക്ക് വേർഡിൽ പറയുന്നത് എന്നറിയോ, നാവോസ് എന്ന് പറഞ്ഞാൽ NAOES. അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മുടെ വിശുദ്ധ മന്ദിരം. പൗലോസ് പറയാണ്, ദൈവം കല്ലുകൊണ്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒതുങ്ങുന്നവനല്ല, അവൻ മനുഷ്യ ഹൃദയത്തിലാണ് വസിക്കുന്നത്. നമുക്ക് സത്യത്തിൽ ഇപ്പോഴും നിങ്ങളൊന്ന് എപ്പോഴും ഒന്ന് ഇമാജിൻ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കും, നിങ്ങൾ കുറച്ചു നേരം അന്യഭാഷയെ പ്രാർത്ഥിക്ക്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ കാണേണ്ടത്. അവന്റെ രാജ്യം നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്നതാ. ഈ മുഴുവനും അവൻ അകത്ത് നമ്മളിൽ അമേൻ ഡിവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നത് ബിൽഡിങ്ങിലല്ല, ഒരു വിശ്വാസിയുടെ ഉള്ളത്തിലാണെന്ന് ആ പാസ്റ്റർ പഠിപ്പിക്കേണ്ടത്. പാസ്റ്റർ പഠിപ്പിക്കുന്നത് എന്തുവാ? ഈ ബിൽഡിങ്ങിന്റെ അകത്ത്, AG-ക്ക് അകത്ത്, IPC-ക്ക് അകത്ത്, TPM-ന്റെ അകത്ത്, ആ കോൺഗ്രിഗേഷനിൽ, ഈ കോൺഗ്രിഗേഷനിൽ, ജീസസ് ഈസ് ഗോഡിന്റെ അകത്ത്, ഈ ബിൽഡിങ്ങിന്റെ അകത്ത്, ആ ബിൽഡിങ്ങിന്റെ അകത്ത്. ഇതിന്റെ അകത്തൊന്നുമല്ല വസിക്കുന്നത്. പൗലോസ് പറഞ്ഞു, നമ്മുടെ ഉള്ളത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3:16, 1 കൊരിന്ത്യൻ 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന് അറിയുന്നില്ലയോ? നമ്മൾ ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ദൈവത്തിന്റെ ആലയമാണ് നമ്മളെന്ന് അറിയുമ്പോൾ നമ്മൾ എവിടെയെല്ലാം പോകുന്നു, ആലയവും നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യെരൂശലേം ദേവാലയം പൊളിച്ചു കളഞ്ഞത്. ഇന്നുവരെയും അവിടെ പൊളിച്ചു കിടക്കുക. സഭ ഒരു ബിൽഡിംഗ് അല്ല, സഭ ജീവനുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് ജീവനുള്ളവരുടെ ദേശത്ത് നാം യഹോവയുടെ നന്മയെ കാണുമെന്ന് പറയുന്നത് സങ്കീർത്തനത്തിൽ. ഇനി 5-ാമത്തെ പോയിന്റ്, ദൈവത്തിന് നമ്മുടെ സേവനം ആവശ്യമില്ല. ഞാന് ചിലതൊക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പോഷത്വം. നീ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാനും പറ്റത്തില്ല, നിനക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അവൻ നിന്നിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ചിലത് നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവം 25-ാമത്തെ വാക്യമാണ് 5-ാമത്തെ പോയിന്റ്. ദൈവത്തിന് നമ്മുടെ സേവനം ആവശ്യമില്ല. കാരണം ദൈവം 25-ാമത്തെ വാക്യം, ദൈവം മനുഷ്യരുടെ കൈകളാൽ സേവനം ആവശ്യപ്പെടുന്നില്ല. കാരണം അവനാണ്, വളരെ ശ്രദ്ധിച്ചു ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അവനാണ് നമുക്ക് ജീവൻ നൽകുന്നത്, അവനാണ് നമുക്ക് ശ്വാസം നൽകിയത്, എല്ലാം നൽകുന്നത് അവനാണ്. അവനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവ്. നമ്മൾ ദൈവത്തെ സഹായിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവമാണ് നമ്മളെ നിലനിർത്തുന്നതെന്ന് അറിയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അവിടെയാണ് നമ്മുടെ മിനിസ്ട്രിയുടെ ആ കപ്പാസിറ്റി. ഈ ഫോഷന്മാരായിട്ട് വെള്ള ഉടുപ്പും വെള്ളപ്പാൻറ്റും മീശയും അടിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ ചിരി വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവര് പറയുന്നത് നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ദൈവം പറയും, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഞാനാ നിന്നെ നിലനിർത്തുന്നതെന്ന് നീ ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോഴേ നിന്റെ അകത്തുനിന്ന് സ്തുതിയും സ്തോത്രവും ഉയരത്തുള്ളൂ, നിന്റെ അകത്തൊരു ദൈവഭയം വർദ്ധിക്കത്തുള്ളൂ, നിന്റെ അകത്തൊരു തീ കത്തത്തുള്ളൂ. 6-ാമത്തെ പോയിന്റ്, എല്ലാവരും ഒരേ ഉറവിടത്തിൽ നിന്നാണ്. വചനം 26-ാമത്തെ വാക്യം, ദൈവം ഒരേ രക്തത്തിൽ നിന്ന് സകല ജാതികളെയും സൃഷ്ടിച്ചു. അതുകൊണ്ട് വർഗീയതയായിക്കോട്ടെ, ജാതിയെ കുറിച്ചുള്ള വ്യത്യസ്തമായ വ്യവസ്ഥകളായിക്കോട്ടെ, നമ്മുടെ കളറിനെ കുറിച്ചായിക്കോട്ടെ, ഇവ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ദൈവം എല്ലാവരെയും ഒരേ ഉറവിടത്തിൽ നിന്ന് ജീവശ്വാസമുള്ള മനുഷ്യരായിട്ടാണ് സൃഷ്ടിച്ചത്. എല്ലാവർക്കും സ്കിന്നില്ലാത്ത മനുഷ്യനുണ്ടോ? മുടിയില്ലാത്ത മനുഷ്യനുണ്ടോ? കണ്ണില്ലാത്ത മനുഷ്യനുണ്ടോ? മനുഷ്യനെ എല്ലാം സൃഷ്ടിച്ചത് ദൈവം ഒരേ ഉറവിടത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന്. 7-ാമത്തെ വാക്യം, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണം. വാക്യം 27, ദൈവം മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചു, അവൻ ദൈവത്തെ അന്വേഷിക്കണം. എന്തുകൊണ്ട്? കാരണം മനുഷ്യ ഹൃദയത്തിൽ ഒരു ആത്മദാഹം ദൈവം കൊടുത്തിട്ടുണ്ട്, എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. എക്ലേഷ്യൻ സഭാപ്രസംഗിൽ പറയുന്നുണ്ട്, ശലോമോൻ ഏറ്റവും കൂടുതൽ ലോകത്തിൽ സന്തോഷിച്ച മനുഷ്യനാണ്. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ശലോമോനെ പോലെ എൻജോയ് ചെയ്തൊരു മനുഷ്യൻ ടാറ്റയും അല്ല, ബിർളയും അല്ല, ആരുമല്ല, ശലോമോന്. ആ മനുഷ്യൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിത്യത വെച്ചിട്ടുണ്ടെന്ന്.
അവനത് അറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആകാശത്തിന്റെ കീഴിൽ എല്ലാം മായയാണെന്ന് ശലോമോൻ പറഞ്ഞു. പണം ആ ദാഹം നമ്മളെ നിറയ്ക്കത്തില്ല, ആത്മദാഹം. വിജയം നമ്മളെ രാജാവായതുകൊണ്ട് നിറയ്ക്കത്തില്ല, ഏതെങ്കിലും സ്ഥാനത്ത് നമ്മളെ ഇരുത്തിയതുകൊണ്ട് ആ ദാഹം മാറത്തില്ല. ചില ബന്ധങ്ങൾ പോലും അത് നമ്മളെ നിറയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ നമുക്ക് ആത്മദാഹത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. 8ാമത്തെ പോയിന്റ്, അവനിൽ നാം ജീവിക്കുകയും ചലിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു. 28ാമത്തെ വാക്യം. ഇതൊരു നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവൻ ദൈവത്തിലാണ് ദൈവമക്കളെ. നമ്മുടെ ശ്വാസം ദൈവത്തിലാണ് ദൈവമക്കളെ. നമ്മുടെ നാളെ ദൈവത്തിലാണ് ദൈവമക്കളെ. ദൈവമില്ലാതെ മനുഷ്യൻ ആത്മീയമായി മരിച്ചവരാണ്. ആ മരിച്ചിരിക്കുന്നവരിലേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നമ്മൾ റിബല്ലിംഗ് പിടിച്ച് നമ്മുടെ ചില പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പാസ്റ്റർ റാണി മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കത്തില്ല. 9ാമത്തെ വാക്യം, പശ്ചാത്താപത്തിനുള്ള വിളി. 29, 30 വാക്യങ്ങൾ. ഇനി ദൈവം എല്ലാവരോടും കൽപ്പിക്കുന്നത്, എല്ലാ മനുഷ്യരും, ഈ ജീവശ്വാസമുള്ള മനുഷ്യരെല്ലാം എന്ത് ചെയ്യണം? പശ്ചാത്താപിക്കണം. ഒരു മരണ സമൂഹത്തിൽ നമ്മൾ ഒരു മൈക്ക് കിട്ടിയാൽ നമ്മൾ വിളിച്ചു പറയണം, എല്ലാ മനുഷ്യരും പശ്ചാത്താപിക്കണമെന്ന്. ഈ വാക്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയണം. മനുഷ്യ കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത്, ദൈവം ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഒരുവനിലൂടെ എല്ലാവരെയും ഉണ്ടാക്കിയെങ്കിൽ കൈപ്പണിയായ ഇതിലൊന്നും സകല സൃഷ്ടാവാം ദൈവം, നിന്റെ ഒന്നും അവൻ ആവശ്യമില്ല, നീ നിൽക്കുന്നത് അവൻ മൂലമാണെന്ന് അറിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന്റെ ഗ്രീക്ക് വേർഡ് മെറ്റാനിയോ എന്ന് പറഞ്ഞാൽ METANOEO. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സ് മാറണം എല്ലാ മനുഷ്യരുടെയും. നമ്മൾ സ്നാനത്തിന് പറഞ്ഞു, ജീവിതത്തിന്റെ ദിശ മാറ്റണം, ദൈവത്തിലേക്ക് എല്ലാവരും തിരിയണം. ചിലര് പറയും നമ്മള് പശ്ചാത്താപം വരുന്നത് നമ്മുടെ കണ്ണുനീരിലാണെന്നാണ്. നോ, നമ്മുടെ പശ്ചാത്താപം വരും കണ്ണുനീരിലല്ല, ജീവിതത്തിന്റെ നമ്മുടെ ഡയറക്ഷൻ മാറുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരുന്നത്. നമ്മൾ എന്നും ഇരുന്ന് കരഞ്ഞു അയ്യോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നു, ഞാൻ വലിയ അതിലൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ ആ ദൈവം ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നീ സ്റ്റെപ്പ് വയ്ക്കുന്നതാണ്. അതാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ. സോ അവസാനമായിട്ട് പറയുന്നത്, പൗലോസിനെ പോലെ നമുക്കും വേർപാടുകൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും ദൈവമക്കളെ. ആളുകൾ നമ്മെ തെറ്റിദ്ധരിക്കും. നിങ്ങളെ തെറ്റിദ്ധരിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ആ ഡയറക്റ്റ് പൊസിഷനിൽ അല്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചോണം. ആളുകളെ സൂചിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഡയറക്ഷനിലല്ലെന്ന് ഓർത്തോണം. അപ്പോൾ ഈ വേർപാടുകൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കും. ഇത് പുതിയ ഉപദേശം എന്ന് പറഞ്ഞ് നമ്മളെ കൾട്ടാണെന്ന് പറയും, നമ്മളെ വിട്ടുപോകും. നമ്മുടെ കൂടെ നിന്നവര് പോരും, നമ്മൾ വളർത്തിയവര്, നമ്മൾ സ്നാനം കൊടുത്തവര്, നമ്മളിലൂടെ അഭിഷേകം പ്രാപിച്ചവരെല്ലാം നമ്മളെ വിട്ടുപോകും. പരിശുദ്ധാത്മാവിന്റെ തീ ഉള്ളത് നിന്റെ കത്തുന്നുവെങ്കിൽ നീ നിശബ്ദമായിരിക്കത്തില്ല. നമ്മുടെ സന്ദേശം ഇതാണ്, യേശുവാണ് രാജാവ്. നമ്മുടെ ആലയം, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ ആലയം. നമ്മുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വിളി എന്താണ്? എല്ലാവരെയും പശ്ചാത്താപത്തിലേക്ക്, ജീവിക്കുന്ന ദൈവത്തിലേക്കും വിളിക്കുക. അതുകൊണ്ട് കൈകൊണ്ടുണ്ടാക്കിയ ആലയത്തിലല്ല, തകർന്ന ഹൃദയങ്ങളിൽ ദൈവം തന്റെ സിംഹാസനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ മെസ്സേജ് ഇന്ന് ദിവസങ്ങളിൽ. അതായിരിക്കണം നമ്മുടെ മെസ്സേജ്. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. തിമോത്തിയോസിനെ, ശീലാസിനെയൊക്കെ ചിലപ്പോൾ വിടേണ്ടി വരും. പൗലോസ് ഒറ്റയ്ക്കാണ് യാത്ര. ആത്മാവ് എങ്ങനെ നയിക്കുന്നു? ചിലപ്പോൾ അണലി കയ്യിൽ കെട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കപ്പൽ തകർന്നെന്നിരിക്കും, ചിലപ്പോൾ ഒന്നുമില്ലെന്നിരിക്കും, ചിലർ എല്ലാവരെയും വിട്ടുപോയെന്നിരിക്കും, ചിലപ്പോൾ അവസാനം വരെ കൂടാരത്തിൽ താമസിച്ചുകൊണ്ട് സ്വന്തമായി വേല ചെയ്ത് എല്ലാവരെയും അവസാനം വരെ ഉറപ്പിക്കേണ്ടതായിട്ട് വരും. അവിടെ നീ വിശ്വസ്തയായിട്ടിരിക്കണം. ഈ ദിവസങ്ങളിൽ ആദ്യ നൂറ്റാണ്ടിലെ പോലെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുമ്പോൾ എല്ലാത്തിനെയും ഒന്നും പ്രതീക്ഷിക്കരുത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അത്രേ ഈ പ്രവർത്തനം. ഇത് പുതിയ നിയമ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ നിമിഷത്തിൽ എല്ലാവരുടെ ഹൃദയത്തോട് നീ ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തോട് നീ വ്യക്തിപരമായി സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളെ നീ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അന്ത്യകാലത്തിൽ സകല ജനത്തിന്റെ മുൻപിൽ പോയി ഇത് പ്രസ്താവിക്കുവാനുള്ള ആത്മധൈര്യം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലെറ്റ് എവ്രി വുമൻ ആൻഡ് മെൻ റൈസ് അപ്പ് ഫോർ യുവർ കിങ്ഡം ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വി ടേക്ക്